എന്ന് പറയുന്ന ഒരു കാര്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ഡെഡിക്കേഷൻ. അപ്പോൾ അതെല്ലാം പുതിയ സിനിമയിലേക്ക് കടന്നു വരുന്ന ആളുകൾ കണ്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഇപ്പോൾ ബ്ലസ്സിയേട്ടനാണെങ്കിലും ഡയറക്ഷനിലേക്ക് വന്നപ്പോൾ ഒരു സിനിമയായിട്ട് ആടുജീവിതമായിട്ട് എത്രയോ വർഷങ്ങൾ അതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചു. അപ്പോൾ എത്രയോ സംസ്ഥാന അവാർഡുകൾ പിന്നെ എത്രയോ വലിയ കളക്ഷൻ കിട്ടിയ ഒരു സിനിമയാണ്. എന്തോ ദേശീയ അവാർഡ് മാത്രം അതിൽ നിന്ന് മിസ്സായി. ഇനി ഞാനായിരുന്നു ആ പടം ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത്, ഞാൻ പൃഥ്വിരാജും കൂടെ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അത്രയും ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സിനിമാ ഫീൽഡിൽ നിൽക്കാനായിട്ട് പറ്റൂ. പിന്നെ ഞാൻ എടുത്തു പറയുന്നത് ബോബി സഞ്ജയ് ഉണ്ട്, രാജാകൃഷ്ണനുണ്ട്, മ്യൂസിക് ജെയ്ക്സ് വിജയുണ്ട്, ഷാനുണ്ട്, അഭിനന്ദുണ്ട്, എല്ലാവരും ശ്രീജേജി ഉണ്ട്. അപ്പം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓരോരുത്തരും ഈവൻ വരണം. ഇന്ന് സിനിമയുടെ ഒരു കാര്യം പുതിയതായിട്ട് വിദ്യാരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു പ്രസൻസ് വേണം. ഷമീറുണ്ട്, ഷായി ചേട്ടൻ്റെ സിനിമകൾ കണ്ട് നമ്മളൊക്കെ അത്രയും എന്താ പറയുക ഫാനായിട്ടുള്ള ആളാണ് ഷായി ചേട്ടൻ. അപ്പോൾ ഷായി ചേട്ടനെ ഇതിൻ്റെ ചെയർമാനായിട്ട് നിർത്തിക്കൊണ്ടിട്ടാണ് നമ്മൾ ഇസിഫ എന്ന് പറയുന്ന ഒരു കാര്യം നടത്തിക്കൊണ്ടിട്ട് പോകുന്നത്. കാര്യം ഈ സിനിമയ്ക്ക് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ വലിയ ബ്രാൻഡ് അംബാസഡറൊക്കെ വേണമെന്നുണ്ട്. പക്ഷേ നടന്മാരുടെയൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ ഭയങ്കര റേറ്റ് ആയതുകൊണ്ടിട്ട് ഞാനും ഷായി ചേട്ടൻ തന്നെ ബ്രാൻഡ് അംബാസഡറായി മാറുകയായിരുന്നു ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇനി ഞാൻ തമാശ പറഞ്ഞാണ്. പക്ഷേ ഇതിനോടുള്ളൊരു പാഷൻ കൊണ്ടിട്ട് മാത്രമാണ് ഇത്രയും പരിപാടികൾ കാട്ടിക്കൂട്ടിയത്. അപ്പോൾ ഇന്ന് ഈ അവസരത്തിൽ ഞാൻ വിളിച്ചപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ വിളിച്ചപ്പോൾ നിങ്ങളെല്ലാവരും വന്നു. ഈ വന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന പുതിയതായിട്ട് പഠിക്കാൻ വന്ന സിനിമയെ ഒരു പാഷനാക്കി മാറ്റുന്ന, സിനിമയിൽ എന്തെങ്കിലും ആവണം, ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ആകണം എന്ന് ഉദ്ദേശിക്കുന്നവരുടെ ഒരു ഫംഗ്ഷനിലേക്കാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചത്. അപ്പം നിങ്ങളുടെയൊക്കെ പ്രസൻസ് അവർക്ക് വലിയൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇന്ന് ഈ ഫംഗ്ഷന് ഞങ്ങൾ വിളിച്ചിട്ട് വന്ന എല്ലാവരോടും സിഫയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദി ആദ്യമേ അറിയിക്കുകയാണ്. താങ്ക്സ് ടു ഓൾ.